പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പ. പിതാവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഈ നിമിഷം വരെ കരുതിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സകല പാവവും നീക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ കരുണയുടെ സമയം പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണ തോന്നണമേ. കർത്താവായ യേശുനാഥ, കരുണ നിറഞ്ഞ നാഥ, അപകടങ്ങളിലൂടെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് വിലപിക്കുന്ന മക്കൾക്കും മാതാപിതാക്കൾക്കും അവിടുന്ന് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. പിതാവേ, യാത്ര ചെയ്യുന്ന യാത്രികർക്ക് നല്ല കാലാവസ്ഥ കൊടുത്ത് കാത്തുകൊള്ളണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഇപ്പോൾ ഈ കരുണയുടെ സമയം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായ കാര്യങ്ങളിൽ അവിടുത്തെ കരുണ നിറയ്ക്കണമേ. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും വചനം ഗ്രഹിപ്പാനും തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ സമയം അവിടുത്തെ വചനം വായിച്ച് ഗ്രഹിപ്പാനെടുത്ത വചനഭാഗം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 49 അധ്യായം വായിച്ചു ധ്യാനിച്ചു. 1 മുതൽ 13 വരെയുള്ള വാക്യം വായിച്ചു. അതിൽ എന്നെ കൂടുതലായി സ്പർശിച്ച വാക്യം 13-ാമത്തെ വാക്യമാണ്. അതിപ്രകാരം: ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ഞങ്ങൾ ഓരോരുത്തരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാഥ. ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തരിലും നാഥ അവിടുന്ന് കരുണ നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് കരുണാസമ്പന്നനും ദയാലുവുമാണല്ലോ. ഓരോ മക്കളിലും ദയയും കരുണയും നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഓരോ നിമിഷവും അവിടുത്തെ ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും സന്തോഷവും സമാധാനവും ഇല്ലാത്ത കുടുംബങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ തരുന്നു. ഞങ്ങളിലെല്ലാവരിലും കരുണ നിറയ്ക്കണമേ. കരുണയുടെ ഉറവിടമേ, കരുണയായിരിക്കണമേ. കർത്താവായ യേശുവേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകലത് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ.